ചക്ക ഒന്ന് വിളവെടുക്കാം. താഴെ കിടക്കണ കാരണം വിളവെടുക്കാനൊക്കെ എളുപ്പമാണ്. നമ്മുടെ ചക്ക ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഇപ്പൊ മാസിമോനും കൂടി ഉണ്ട് കേട്ടാ. കണ്ട, ഇതാണ് നമ്മുടെ സീഡ്ലെസ് ചക്ക. കുരു ഒട്ടും തന്നെ ഇല്ല കണ്ട, പശ ഒട്ടും തന്നെ ഇല്ല കണ്ട. നല്ല മധുരം. മധുരം എന്ന് പറഞ്ഞാൽ നമ്മ ഒരു പൈനാപ്പിളിന്റെ ടേസ്റ്റും അതേപോലെ ഭയങ്കര ടേസ്റ്റ്. ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് പോലുമില്ല, നമുക്ക് മധുരം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ചക്കയാണ് ഇത്. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണത് എന്റെ സീഡ്ലെസ് പ്ലാവിന്റെ അടുത്താണ്. അപ്പൊ നഴ്സറിന്ന് സീഡ്ലെസ് പ്ലാവ് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചു വെച്ചതാണ്. ഞാൻ ഇതുവരെ ഈ ചക്ക കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടാ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ പ്ലാവുമ്മല് 4 വർഷം ആയി നമ്മ ഇത് നട്ടിട്ട്. ആദ്യമായിട്ട് ഇപ്പൊ 2 ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചക്ക കണ്ട ഇതേപോലെ വിണ്ട് കിടക്കണേണ്. അപ്പൊ നമുക്കിത് വിളവെടുക്കാനായിട്ടുണ്ട്, കാരണം ഇത് പഴുത്തിട്ടില്ല. പക്ഷെ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഈ ചക്ക കാണാൻ. കണ്ട അതിന്റെ മുള്ളൊക്കെ കണ്ടില്ല, ഒരു പ്രത്യേക തരം മുള്ളൊക്കെയാണ്. അപ്പൊ പ്ലാവ് ഇതാണ് നമ്മ പ്ലാവിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുത്തിട്ടില്ല. നമ്മ കുറച്ച് കൽപ്പൊടി ചാരമൊക്കെ ഇട്ട് കൊടുക്കാറൊക്കെയാണ്. പ്ലാവിനൊന്നും നമ്മ അങ്ങനെ വലിയ പരിചരണത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്കിതിപ്പോ വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചക്ക ഒന്ന് വിളവെടുക്കാം. താഴെ കിടക്കണ കാരണം വിളവെടുക്കാനൊക്കെ എളുപ്പമാണ്. വേണ്ട, നമ്മുടെ ചക്കയാണ് കാണുന്നത്. ചക്ക ഭയങ്കര വെയിറ്റ് ഒക്കെയാണ്. വേണ്ട, ചക്ക ഇങ്ങനെ വിണ്ടേക്കണേണ്. അപ്പൊ നമുക്ക് അടുത്ത ചക്ക വിളവെടുക്കാം. അത് കുറച്ച് പൊക്കത്തിൽ കിടക്കണ കാരണം നമുക്ക് തോട്ടി വെച്ച് പറിക്കേണ്ടി വരും. അപ്പൊ നമുക്കതും വിളവെടുക്കാം. അപ്പൊ വിളവെടുത്ത ചക്ക നമുക്ക് മുറിച്ചൊക്കെ എങ്ങനെയാണെന്നുള്ളത്. വേണ്ട, നമ്മുടെ ചക്ക ഇതേപോലെയാണ് ഇരിക്കണത്. വേണ്ട, ചക്കൻ പഴുത്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ല. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കണ്ട, സീഡില്ലാത്ത സീഡ് ഇതേപോലെ ഇരിക്കുള്ളൂ കേട്ടാ. സീഡ്ലെസ് ആണ് ഇത്. കണ്ട, സീഡ്ലെസ് പ്ലാവാണ്. ഇങ്ങനത്തെ ഒരു കൊച്ചു സീഡായി ഉണ്ടാവുള്ളൂ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. മധുരമായി വന്നോളൂ. നല്ല മധുരമുള്ള ചക്കയാണ്, പക്ഷെ മധുരമായി വന്നോളൂ. ഇതിങ്ങനെ ശരിക്കും ഒന്നും കൂടി ഇത് പഴുക്കാനുണ്ട്. കണ്ട, പഴുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോ വെള്ള കളർ തന്നെ ആയിരിക്കുള്ളൂ ഈ ചക്കക്ക്. അപ്പൊ ഈ സീഡ്ലെസ് പ്ലാവ് എന്ന് പറഞ്ഞാല് കണ്ട ഇതേപോലെയാണ് ഇരിക്കണത്. സീഡ് ഒരു കുഞ്ഞു സീഡ്. അപ്പൊ ഇത് സീഡ്ലെസ് പ്ലാവാണ്. കണ്ട, ഇതേപോലെ ഒരു കൊച്ചു സീഡാ ഉണ്ടാവുള്ളൂ കേട്ടാ. കുരു നമ്മുടെ വലിയ കുരു ഒന്നും ഉണ്ടാവൂല സീഡ്ലെസ് പ്ലാവില്. അപ്പൊ ഇതാണ് സീഡ്ലെസ് പ്ലാവ് എന്ന് പറഞ്ഞാൽ. ഈ ചുളയൊക്കെ നല്ല തിക്കായിട്ടുള്ള ചുളകളാണ്. കണ്ട, നിറച്ച് ചുളകളൊക്കെ ഉള്ള ചക്കയാണ്. നമുക്കിത് കറക്റ്റ് ആയിട്ട് പഴുത്ത് കഴിഞ്ഞാൽ, ഇതിനി പഴുത്ത് കഴിഞ്ഞിട്ടാ നമ്മ ഇത് കട്ട് ചെയ്യുള്ളൂ. ഇതിനി ഇരുന്ന് പഴുത്തോളും. ഇപ്പൊ നമ്മ കട്ട് ചെയ്ത് വെച്ചതിന്റെ പേരില് ഇപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നായിട്ട് ഇത് ശരിക്കും പഴുത്തോളൂ. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ചക്ക 2 ദിവസം കഴിയുമ്പോ പഴുത്ത്. നമ്മുടെ ചക്ക ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഇപ്പൊ മാസിമോനും കൂടി ഉണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ചക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ചക്കക്ക് നല്ല ഒരു മണമുണ്ട് ഇത് പഴുത്തപ്പ തന്നെ. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം ചക്കയുടെ ഒരു. കണ്ട, ഇതാണ് നമ്മുടെ സീഡ്ലെസ് ചക്ക. കുരു ഒട്ടും തന്നെ ഇല്ല. കണ്ട, പശ ഒട്ടും തന്നെ ഇല്ല. കണ്ട, മുറിക്കുമ്പോ പശയില്ല, കുരുവില്ല. പിന്നെ കണ്ട, നമുക്കിത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ട, ഭയങ്കര സ്മെല്ല് വെച്ചാൽ നല്ല ഒരു പൈനാപ്പിളിന്റെ സ്മെല്ലാണ് ഈ ചക്കക്ക്. മുറിക്കുമ്പോഴും അതെ. കണ്ട, കുരുവില്ല, കുരു ഒട്ടും തന്നെ ഉണ്ടാവില്ല. കണ്ട, ഈ ചക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുരു ഒട്ടും തന്നെ കുരു ഉണ്ടാവൂല. കണ്ട, ഇതാണ് ചക്ക. കണ്ട, അപ്പൊ നമുക്ക് ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് മാസിമോനിക്ക് തന്നെ കൊടുക്കാം. മാസിമോനെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എന്നാ മാസിമോന് ചക്ക കഴിച്ചേ. എങ്ങനെയുണ്ട്? മധുരമൊക്കെ ഉണ്ട്, നല്ല ഉണ്ടല്ലേ? ഇഷ്ടപ്പെട്ടാ? അപ്പൊ നമ്മുടെ ചക്ക ഒന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടാ. നല്ല മധുരം.
മധുരം എന്ന് പറഞ്ഞാൽ നമ്മ ഒരു പൈനാപ്പിളിന്റെ ടേസ്റ്റും അതേപോലെ ഭയങ്കര ടേസ്റ്റ്. ഇപ്പൊ മഴയൊക്കെ പെയ്തിട്ട് പോലൂല്ലേ, നമുക്ക് മധുരം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ചക്കയാണ് ഇത്. എത്ര പേര് കഴിച്ചിട്ടുണ്ടാവും അറിയില്ല. നമുക്ക് വീട്ടില് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചക്കയാണ് കണ്ട. ഇതിന്റെ ഉള്ളിലെ കുരു എന്ന് പറയണത് ഇതാണ് കണ്ട. ഇതാണ് കുരു ഇല്ല, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പോളയുടെ ഉള്ളിൽ ഒരു കൊച്ചിത്, അല്ലാണ്ട് നമ്മുടെ സാധാ ചക്ക മുറിക്കണ പോലെ കുരു ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ചക്കട കണ്ട, ഇതിന്റെ പൊല്ലൊക്കെ എനിക്ക് കാണുന്നത്. ഇതൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ചക്കനേക്കാൾ ടേസ്റ്റാണ് പൊല്ലക്ക്. അതേപോലെ കണ്ടോ, നമുക്ക് ഈ ഭാഗം ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടാ. ശരിക്കും പറഞ്ഞാലില്ലേ, ഇതൊന്നും തന്നെ കളയാനില്ല. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. നല്ല മധുരമാണ് ഇതിനും. നമുക്ക് ശരിക്കും ഈ ചക്കടി പുറത്തായി മുള്ളു മാത്രം ഇങ്ങനെ ചെത്തി കളഞ്ഞാൽ മതി, വേറെ ഒന്നും തന്നെ കളയാനുമില്ല. കുരും പൊല്ലും എല്ലാം നമുക്ക് കഴിക്കാം. അപ്പം നമുക്ക് ഇതിന്റെ തൈകളൊക്കെ നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. അത് പ്രത്യേകിച്ച് പറയാ, സീഡ്ലെസ് ജാക്ക് എന്നാണ് ഇതിന്റെ പേര്, കുരുല്ലാത്ത ചക്ക. നമ്മളിവിടെ ആദ്യമായിട്ടാണ് ഇത് നട്ടതും, ആദ്യമായിട്ടാണ് ഈ വർഷം കായ്ച്ചതും, ആദ്യമായിട്ടാണ് ഇത് കഴിക്കണതും. കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ്. എല്ലാവർക്കും വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാവിന്റെ വെറൈറ്റി തന്നെയാണ് ഇത്. കണ്ട ചക്കകളൊക്കെ നമുക്ക് കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. മടലൊന്നുമില്ല, എല്ലാം തന്നെ ചക്കയുടെ എല്ലാ ഭാഗവും മുള്ളൊഴിച്ച് ബാക്കി എല്ലാം നമുക്ക് കഴിക്കാം. അപ്പൊ ഇതിന്റെ ഈ സീഡ്ലെസ് ജാക്കിന്റെ തൈകളെല്ലാം നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. എല്ലാവരും ഒരു സീഡ്ലെസ് ജാക്കൊക്കെ മേടിച്ച് നടണം, ജാക്കിന്റെ തൈയൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.